ഹലോ എവ്രി വൺ വെൽക്കം ടു കുഞ്ഞൂസ് വേൾഡ്. ഇന്ന് ഒരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ, ഒരു കുക്കിംഗ് വ്ളോഗാണ്. എന്ന് വെച്ചാൽ റെസിപ്പീസും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഞാൻ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനെയും ഫാമിലിയെയും ഡിന്നറിന് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്ക് ഇടിപിടിയുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാന്. എന്നാൽ ഒട്ടും കുറയാനും പാടില്ല, എന്നാൽ സ്പെഷ്യലായിട്ട് അങ്ങനെയൊന്നും ഇല്ല താനും. ആദ്യമായിട്ടാണ് കേട്ടോ അവർ വരുന്നത്. അപ്പോൾ അവർ വരും വൈകിട്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും. ഇപ്പം സമയം 1 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ് പ്ലാൻ എന്നും ഇല്ല സത്യം പറഞ്ഞാൽ. പക്ഷേ ഇപ്പം പെട്ടെന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പം കപ്പ ഇരിപ്പുണ്ട്, എന്നാൽ കപ്പപ്പുഴുക്കും ബീഫും ഇരിപ്പുണ്ട്. ബീഫ് കറി ആവാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ പ്രോൺസ് ഉണ്ട്, എന്നാൽ പ്രോൺസ് മസാലയും കുറച്ച് ബിരിയാണി ചോറും വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെ ഇതൊക്കെയാണ് എൻ്റെ പ്ലാൻ. എത്രത്തോളം എന്തൊക്കെ ഉണ്ടാവും, എന്തൊക്കെ അവസാനം ഉണ്ടാവില്ല എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. 5 hours എൻ്റെ മുന്നിലുള്ളത്. അതിനിടയ്ക്ക് കുക്കിങ്, ക്ലീനിങ് എല്ലാം തീർക്കണം. വിൽ സ്റ്റാർട്ട്. അപ്പോൾ കപ്പയിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. ആദ്യമേ തന്നെ കപ്പ നുറുക്കി ഉപ്പും മഞ്ഞളും ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് വേഗം പ്രോൺസും മീനും ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്രോൺസും അപ്പുറത്ത് കിടക്കുന്ന ഫിഷാണ് കേട്ടോ. അപ്പോൾ ഫിഷ് ഫ്രൈയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അത് രണ്ടും കൂടെ വെള്ളം ഒഴിച്ചിട്ടു, ഒന്ന് ഫ്രോസനിൽ നിന്ന് മാറാൻ വേണ്ടി. പിന്നെ നമ്മൾ കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള കപ്പപ്പുഴുക്കിന് വേണ്ടിയിട്ടുള്ള തേങ്ങ അരയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തേങ്ങയും മുളകും ആവശ്യമുള്ള സാധനങ്ങളും എല്ലാം കൂടെ ഇട്ട് അത് അരച്ച് സെറ്റാക്കി. ഇനി കപ്പ വെന്ത് കിട്ടിയാൽ മതി. അപ്പോഴത്തേക്ക് മീനൊക്കെ സെറ്റായിരുന്നു. അപ്പോൾ മീൻ വേഗം കഴുകിയെടുത്ത് ഉപ്പും മഞ്ഞളും മുളകും പിന്നെ കുറച്ച് ഫിഷ് മസാലയും കൂടെ ഇട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തേക്ക് ഒരു ഇത്തിരി പെപ്പർ പൗഡറും കൂടെ ഞാൻ ഇടാറുണ്ട് കേട്ടോ. പിന്നെ അപ്പോഴത്തേക്കും കപ്പ റെഡി ആയിരുന്നു. സോ കപ്പയിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടി, ഞങ്ങളുടെ അവിടെയൊന്നും കപ്പ താളിച്ചൊഴിക്കത്തില്ല, പക്ഷേ റോയിച്ചിൻ്റെ അവിടെയൊക്കെ കപ്പ താളിച്ചൊഴിക്കും. റോയിച്ചിനും അതാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു കപ്പയിലേക്ക് താളിച്ചൊഴിക്കാമെന്ന്. അപ്പോൾ അങ്ങനെ റോയിച്ചിൻ്റെ ഇഷ്ടപ്പെട്ട കപ്പ താളിക്കൽ കഴിഞ്ഞിട്ടുണ്ട്, കപ്പപ്പുഴുക്ക് താളിച്ചത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കുമ്പോൾ പ്രോൺസും റെഡിയായി. അങ്ങനെ പിന്നെ പ്രോൺസ് ക്ലീനാക്കി കിള്ളിക്കളഞ്ഞു. അത് പിന്നെ ഒന്ന് കാര്യം ഒരു ഇത്തിരിയൊക്കെ അവർ കളഞ്ഞിട്ടാണ് തരുന്നേ, പക്ഷേ സ്റ്റിൽ നമ്മൾ അതൊന്ന് ക്ലീനാക്കിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അങ്ങനെ അത് ക്ലീനാക്കി അതിനകത്തും ഉപ്പും മഞ്ഞളും മുളകും ഇച്ചിരി പെപ്പർ പൗഡറും ഒരു ഇത്തിരി ഫിഷ് മസാല ഞാൻ അതിനകത്ത് ആഡ് ചെയ്യും കേട്ടോ. ഒരു ഇത്തിരി, ഒരു പ്രത്യേക ടേസ്റ്റ് വരും അതിന്. അതിനെയും അങ്ങനെ ഫ്രിഡ്ജിലേക്ക് കയറ്റി. പിന്നെ നമുക്ക് ബീഫ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, ബീഫ് കറിക്ക് വേണ്ടി. അങ്ങനെ ബീഫ് കട്ട് ചെയ്ത് കഴുകി നല്ല വൃത്തിയായി ഒരു 10 തവണയെങ്കിലും മിനിമം ഞാൻ കഴുകും കേട്ടോ. അങ്ങനെ കഴുകി ബീഫിലേക്കും ഈ പറഞ്ഞ പൊടികളും കാര്യങ്ങളും ബീഫ് മസാലയും ഒക്കെ ഇട്ട് തിരുമ്മി അടുപ്പത്തേക്ക് വെച്ചു. തിരുമ്മി ഞാൻ അങ്ങനെ ഒരുപാട് സമയം വെക്കാറില്ല ബീഫ്. എനിക്ക് ഇവിടുത്തെ അങ്ങനെ അത്രയും ഒരുപാട് സമയമൊന്നും വെച്ചിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 10 മിനിറ്റൊക്കെ ഞാൻ വെക്കാറുള്ളൂ. അതിനുശേഷം അത് അടുപ്പത്ത് കയറ്റും. അടുപ്പത്ത് വെച്ച് ലോ സ്പീഡിൽ കുറച്ചൊന്ന് വേവിച്ച് ഒന്ന് ഇളക്കി ഇട്ട് കഴിയുമ്പോഴത്തേക്കും അത് ഒന്ന് ഇത്തിരി വെള്ളമൊക്കെ ആവും. അപ്പോൾ തനിയെ വെള്ളം അതിനകത്ത് നിന്ന് ഇറങ്ങുമല്ലോ. അങ്ങനെയാണ് പിന്നെ ഞാനത് വേവിക്കാൻ വെക്കുക. അല്ലാതെ ഞാൻ അതിനകത്തേക്ക് വെള്ളം ആഡ് ചെയ്യാറില്ല. പിന്നെ എൻ്റെ ഒരു ഇതെന്നാന്ന് വെച്ചാൽ ഓരോന്നും വേവിക്കാൻ വെക്കുമ്പോൾ അതിൻ്റെ പാത്രങ്ങളെല്ലാം ഞാൻ അപ്പം കഴുകി വെക്കും കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ഇങ്ങനെ സിങ്കിൽ പാത്രം കുമിഞ്ഞു കൂടുന്നതിനോട് എനിക്ക് ഇഷ്ടമില്ല. പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. അതിനുശേഷം സിങ്ക് കഴുകാമെന്ന് വിചാരിച്ചു. കാരണം ഈ പറഞ്ഞതുപോലെ ബീഫും ഫിഷും പ്രോൺസും ഒക്കെ കഴുകിയതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും സോപ്പിട്ട് നന്നായി കഴുകിയേച്ച് പിന്നെ ലൈസോളിൻ്റെ ഒരു വൈപ്പ് ഇട്ട് തുടയ്ക്കും. അതിനുശേഷം എസൻഷ്യൽ ഓയിൽ എന്തെങ്കിലും എടുത്ത് ഒന്ന് സ്പ്രേ ചെയ്യും. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് പെപ്പർമിൻ്റ് ആണ് കേട്ടോ. നല്ല സ്മെല്ലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ സ്മെല്ല്. അങ്ങനെ പിന്നെ നമ്മൾ ഉള്ളി വഴറ്റൽ ആരംഭിച്ചു. 2 സ്റ്റൗവിലും കൂടെ ഉള്ളി വഴറ്റാൻ വെച്ചു. അപ്പോൾ ഒരെണ്ണത്തിൽ പ്രോൺസ് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും മറ്റതിനകത്ത് ബീഫ് കറി ഉണ്ടാക്കാനുള്ള ഉള്ളിയും കൂടെയാണ് കേട്ടോ ഞാൻ വെച്ചത്. അങ്ങനെ രണ്ടും കൂടെ വെച്ചു. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ കുറച്ച് പാത്രം വന്നത് അതും കഴുകി വെച്ചു. എല്ലാം കഴിഞ്ഞ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാത്തിനും കൂടെ സമയം കിട്ടില്ല. അത് മാത്രമല്ല, എല്ലാം കഴിയുമ്പോഴത്തേക്കും സിങ്ക് ഭയങ്കരമായിട്ട് നിറഞ്ഞ് കവിയും. അതുകൊണ്ട് തന്നെ എനിക്കത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ അപ്പം ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് സമയം അവിടെ ലാഭിക്കാം. ആ സമയം കൊണ്ട് ഉള്ളിയൊക്കെ വഴറ്റി കഴിഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ അതിനകത്തേക്ക് കുറച്ച് തക്കാളിയും കുറേ പൊടികളും ആവശ്യമുള്ള പൊടികളെല്ലാം കൂടെ ഇട്ടിട്ട് അതും കൂടി വഴറ്റി അതിനകത്തേക്ക് പ്രോൺസ് ഇട്ടു. പ്രോൺസ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഒരു 2 സ്പൂൺ തൈരും കൂടെ ഞാൻ ആഡ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു പുളി. ഒരുപാട് പുളിയുള്ള തൈരല്ല എങ്കിൽ പോലും. എന്നിട്ട് അത് 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അത് അടച്ചു വെക്കും ഞാൻ. അതിൻ്റെ മസാലയൊക്കെ പ്രോൺസിലേക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം പ്രോൺസ് മസാല റെഡിയായപ്പോൾ അത് മാറ്റി വെച്ചു. ബീഫ് കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും ആ ഒരു ഒപ്പം തന്നെ വഴറ്റി കഴിഞ്ഞായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇനി ബിരിയാണി ചോറ് വയ്ക്കാമെന്ന്. അപ്പോൾ അങ്ങനെ പാത്രം വെച്ചു. അതിനകത്തേക്ക് നെയ്യ് ആവശ്യത്തിനുള്ളത് ഇട്ടു. ഇനി നമുക്ക് വേണ്ടത് ഏലക്ക, പട്ട, ഗ്രാമ്പൂ, ഇല അങ്ങനത്തെ കണാക്കുണ സാധനങ്ങളെല്ലാം ഇട്ട് അരിയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അരി അതിനകത്തൊന്ന് റോസ്റ്റ് ചെയ്തു. എന്നിട്ട് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് അത് വേവിക്കാൻ വെച്ചു. അതിനുശേഷം നമുക്ക് വേണ്ടത് ബീഫ് കറിക്ക് ആവശ്യമായിട്ടുള്ള ആ മസാല നമ്മൾ റെഡിയാക്കിയില്ലേ, അത് ഞാൻ മിക്സിയിലിട്ടൊന്ന് അരച്ചു. അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും മറ്റേ സവാളയും തക്കാളിയും എല്ലാം ഇട്ട് നമ്മൾ വഴറ്റിയെടുത്തത് ഞാൻ മസാല
അത് മിക്സിയിലിട്ട് അരച്ച് ഞാൻ ആ അരപ്പ് വെള്ളവും ചേർത്തിട്ടാണ് ബീഫ് കറിയിലേക്ക് ഒഴിക്കുക. അതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ചെയ്ത് ഉണ്ടാക്കുന്ന ബീഫ് കറി ആയിക്കോട്ടെ. പിന്നെ എന്താ അങ്ങനെ ഉണ്ടാക്കാറ്, കടലക്കറി അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അതും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. റോയിച്ചിനും പറയാറുണ്ട് നല്ല ടേസ്റ്റാണെന്ന്, ഒരു വെറൈറ്റി ടേസ്റ്റാണെന്ന്. അപ്പോൾ അങ്ങനെ ചെയ്ത് ആ ബീഫും അതിനകത്തേക്ക് ഒഴിച്ച് അതിനകത്ത് ആവശ്യമില്ലാതെ കിടന്ന വെള്ളവും കാര്യങ്ങളും ഒക്കെ ഞാനൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തൂക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ബീഫ് കറി സെറ്റായി. ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി ഡെക്കറേറ്റ് ചെയ്യണ്ടേ? അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കാഷ്യൂനട്ട് വറുത്തുകോരി, അതിനുശേഷം മുന്തിരി, റേസിൻസ് വറുത്തുകോരി, അതിനുശേഷം സവാള, അതും നന്നായിട്ടൊന്ന് വഴറ്റി നല്ല വറുത്തെടുത്തിട്ടുണ്ട്. നല്ലൊരു യമ്മി ടേസ്റ്റാണ്. സവാള വറുക്കുമ്പോൾ ഞാൻ അതിനകത്തേക്ക് ഒരു പൊട്ടിക്ക് ഉപ്പും ഒരു പൊട്ടിക്ക് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യും കേട്ടോ. ഉപ്പിടുന്നത് പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഒരു ഇത്തിരി പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് അത് അങ്ങനെ കിടന്നോളും. ഒരിക്കലും അത് തണുത്ത് പോകാറില്ല ഞാൻ നോക്കിയിട്ട്. പിന്നെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഇനിയും സമയം ബാക്കിയുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് എടുത്ത് വറക്കാമെന്ന്. അപ്പോൾ അതും കൂടി ഒരു സൈഡ് ഡിഷ് പോലെ അവിടെ ഇരുന്നോളൂല്ലോ എന്ന്. അങ്ങനെ ഫിഷും വറക്കാൻ വെച്ചു. എന്നിട്ട് നമ്മൾ ബിരിയാണി ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചോറിട്ടു, അതിനകത്തേക്ക് കുറച്ച് നമ്മൾ വറുത്ത് കോരി വെച്ച സാധനങ്ങളെല്ലാം കൂടി ഇട്ട് ഡെക്കറേറ്റ് ചെയ്തു. അങ്ങനെ പിന്നെയും ചോറും, കുറച്ച് ചോറ്, കുറച്ച് ഡെക്കറേഷൻ, കുറച്ച് ചോറ്, കുറച്ച് ഡെക്കറേഷൻ, അങ്ങനെ അടിപൊളിയാക്കിയിട്ടുണ്ട്. നല്ല കാണാൻ ഭയങ്കര ലുക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. എല്ലാവരും പറഞ്ഞു നന്നായിരുന്നു എന്ന്. അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞു. 7:05 ഇപ്പോൾ സമയം, 7:05. അപ്പോൾ എനിവേസ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതെല്ലാം ഞാൻ ചെയ്തു എന്ന്. ഐ എം സോ ഹാപ്പി, ഐ എം സോ പ്രൗഡ് ഓഫ് മൈസെൽഫ്. ഞാൻ ഇത്രയൊന്നും കുക്ക് ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് കുക്കിംഗ് ഇഷ്ടമല്ലാത്ത ഒരാളാണ്. എത്രയും പെട്ടെന്ന് കിച്ചണിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയ അത്രയും പെട്ടെന്ന് ഇറങ്ങുന്ന ആളാണ്. പക്ഷെ എന്നാലും ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെയാണ് എനിക്ക് തോന്നി ഞാൻ കുക്ക് ചെയ്യുന്നത്. പിന്നെ ആരെങ്കിലുമൊക്കെ ക്ഷണിക്കുമ്പോൾ കുക്ക് ചെയ്ത് കൊടുക്കുന്നതും. അങ്ങനെ എനിവേസ് എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, ഞാൻ വിചാരിച്ചതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കാട്ടിത്തരാം. അവരിതുവരെ എത്തിയിട്ടില്ല. 6:30-ക്കോ 7 മണിക്കോ ഇടയ്ക്ക് വരണം എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ 7:05. എനിവേസ് ഇപ്പം തന്നെ വരുമായിരിക്കും അവർ. ഞാൻ ഓടിപ്പോയിട്ട് എല്ലാം കാണിച്ചു തരാം. ഓക്കെ, വീടും ക്ലീനാക്കി എല്ലാ പണിയും കഴിഞ്ഞു. സ്വസ്ഥം കാട്ടിത്തരാം. ടടാ! കപ്പപ്പുഴുക്ക്, ബീഫ് കറി, ബിരിയാണി, പ്രോൺസ് മസാല ആൻഡ് ഫൈനലി ഫിഷ് ഫ്രൈ. അപ്പോൾ നമ്മുടെ റെമിക്കുട്ടിയും ഫാമിലി ആയിരുന്നു വന്നത്. താങ്ക് യു സോ മച്ച് റെമി ഫോർ കമ്മിങ് ഓവർ. വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഞങ്ങൾ ഭയങ്കര ബിസി ആയിരുന്നു. വർത്താനം പറഞ്ഞും കളിച്ചും ചിരിച്ചൊക്കെ ഇരുന്നതിൽ എല്ലാവർക്കും ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.